ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്നലെ പാർലമെൻറ്റ് സമ്മേളനം ആരംഭിച്ചു. രാജ്യസഭയിൽ നോട്ട് വിവാദം അഥവാ നോട്ട് റദ്ദാക്കിയ സംഭവത്തെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുകയും ചെയ്തു. ഈ പാർലമെൻറ്റ് സമ്മേളനം നോട്ട് വിവാദവുമായി ബന്ധിപ്പിച്ച് ശബ്ദമുഖരിതമായി തീരും എന്നെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. വലിയ നിലവാരത്തിലുള്ള ബഹളങ്ങളാണ് ഇതുമായി ബന്ധിപ്പിച്ച് സംഭവിച്ചത്. രാജ്യസഭയിൽ ഹിന്ദു എന്ന പത്രം ആ വാർത്ത ലീഡാക്കുന്നു. എല്ലാ പത്രങ്ങളും ഗൗരവതരമായ പ്രാധാന്യത്തോടെ ഈ നോട്ട് റദ്ദാക്കൽ പദ്ധതിയുമായി ബന്ധിപ്പിച്ച വാർത്തകളിൽ നമുക്ക് തന്നിരിക്കുന്നു. അതേ സംബന്ധിച്ച വാർത്തകളുടെ 9ാമത്തെ ദിവസമാണിന്ന്. കഴിഞ്ഞ 8-ാം തീയതിയാണ് 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ റദ്ദ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യക്കാരോട് ദൂരദർശനിലൂടെ സംസാരിച്ചത്. അതിനുശേഷം ഇപ്പോൾ 9ാമത്തെ ദിവസമാണ്. 9ാമത്തെ ദിവസം എത്തി നിൽക്കുമ്പോഴും കാര്യങ്ങൾ പരിഹൃതമായിട്ടില്ല എന്ന് മാത്രമല്ല, ആവശ്യത്തിന് പണം ലഭിക്കാത്തത് മൂലം ആളുകൾ നെട്ടോട്ടമോടുന്ന അവസ്ഥ നിലനിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആകെ കുഴഞ്ഞു മറിഞ്ഞ ഒരു പശ്ചാത്തലം ഇന്ത്യയിൽ രൂപം കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് രാജ്യസഭാ സമ്മേളനം ഇന്നലെ നടന്നത്. കറൻസി സ്റ്റോം ഹിറ്റ്സ് വിൻ്റർ സെഷൻ. ശീതകാല സമ്മേളനത്തെ ബാധിച്ചിരിക്കുന്നു ഈ നോട്ട് വിവാദം എന്നാണ് ഹിന്ദു നമുക്ക് ലീഡ് വാർത്തയിലൂടെ നമ്മോട് പറയുന്നത്. ഓപ്പോസിഷൻ സീക്സ് JPC probe into leak of information on demonstration. പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, രാജ്യസഭയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് ഒരു JPC എൻക്വയറിയാണ്. ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി സംഘടിപ്പിച്ച്, അതാണ് ഒരു രീതി. അതിൻ്റെ നേതൃത്വത്തിൽ പണം റദ്ദാക്കലിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ വാർത്ത ചോരലിനെ സംബന്ധിച്ച് ചർച്ച വേണം. വാർത്ത ചോർന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിന് സംശയമില്ല. BJPക്കും അതുപോലെ അവരെ അനുകൂലിക്കുന്ന വിഭാഗങ്ങൾക്കും സഹായകമായ രീതിയിൽ നോട്ട് റദ്ദാക്കൽ പദ്ധതിയുടെ വാർത്ത ചോർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രതിപക്ഷത്തിന്. അപ്രകാരം ചോർന്നതിനെ സംബന്ധിച്ച അന്വേഷണം, JPCയുടെ അന്വേഷണമാണ് ഇന്നലെ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടത്. ആ വാർത്ത, വളരെ പ്രാധാന്യമുള്ള ആ വാർത്ത, ഹിന്ദു എന്ന പത്രം ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത് പോലെ തന്നെ ആ വിവാദ വാർത്ത തന്നെയാണ് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രവും വാർത്തയാക്കിയിരിക്കുന്നത്. കറൻസി ക്രൈസിസ് ഡീപ്പൻസ്. പണം ആയി ബന്ധിപ്പിച്ച പ്രതിസന്ധി ആഴത്തിലുള്ളതായി തീരുന്നു 9ാമത്തെ ദിവസത്തിൽ എത്തുമ്പോഴേക്കും. Chaos continues a week after the government demonetized ₹500 and ₹1,000 currency notes. ഇതേ സംബന്ധിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നത്, പ്രതിസന്ധി ആഴത്തിലുള്ളതായി തീരുന്നു. With the opposition parties attacking the government for inconveniences caused to public, we take a look at how better planning could have made the transaction smoother and more effective. ഏതായാലും ചെയ്തെടുത്ത രീതിയിൽ സംഭവിച്ചിരിക്കുന്ന വലിയ അനിശ്ചിതത്വം, എന്ത് സംഭവിക്കുമെന്ന് സർക്കാരിന് തന്നെ പറയാൻ കഴിയാത്ത ഒരവസ്ഥ. എന്നാണ് ഈ ക്യൂ നിൽക്കുന്ന അവസ്ഥ? ഒന്ന് പണ്ടാരമടങ്ങി കിട്ടുക, ഒന്ന് കഴിഞ്ഞു കിട്ടുക, ഒന്ന് താണ്ടി കിട്ടുക എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിക്ക് പോലും കൃത്യമായ മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥ. വളരെ നല്ല ഈ കാര്യത്തിന് സഹായകമായി നിങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടേയിരിക്കുക എന്ന പഴയ പല്ലവിയല്ലാതെ പുതിയതായി ഒന്നും പറയാൻ ഇല്ലാത്ത ഈ അവസ്ഥ. അതേ സംബന്ധിച്ച് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നത്, ഇത് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു, കുറേ കൂടി മെച്ചപ്പെട്ട സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നെങ്കിൽ. അങ്ങനെ മെച്ചപ്പെട്ട സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നെങ്കിൽ ഒഴിവാക്കാൻ കഴിയുമായിരുന്ന ഈ പ്രതിസന്ധിയെ സംബന്ധിച്ചാണ് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസും ഇന്നലെ പാർലമെൻറ്റ് സമ്മേളനവുമായി ബന്ധിപ്പിച്ച വാർത്ത നമുക്ക് തരുമ്പോൾ നൽകിയിരിക്കുന്ന ശീർഷകം. മലയാളം പത്രവും ഭിന്നമല്ല. ഒരുപക്ഷെ മലയാളിയെ സംബന്ധിച്ച്
അവരുടെ വളരെ സമീപസ്ഥമായ അനുഭവമാണ് ATM നിന്ന് ATM തത്രപ്പെട്ട് സഞ്ചരിക്കൽ, അതുപോലെ വ്യത്യസ്ത ബാങ്കുകളുടെ മുന്നിൽ ക്യൂ ആയി നിൽക്കേണ്ടി വരുന്ന ഗതികേട്. ഇതൊക്കെ അനുഭവസ്ഥമായിരിക്കുന്നത് കൊണ്ട് അതേ സംബന്ധിച്ച വാർത്ത ഗൗരവതരമായ വാർത്തയായി തന്നെ മലയാളി സ്വീകരിക്കും. ഏതായാലും നോട്ടുമായി ബന്ധിപ്പിച്ച് സാധാരണക്കാർ നെട്ടോട്ടമോടുകയാണ് 9ാമത് ദിവസവും താണ്ടുമ്പോൾ. ആ സാഹചര്യത്തിൽ വലിയ നിലവാരത്തിലെ കടബാധ്യത, കോർപ്പറേറ്റുകളുടെ കടബാധ്യത എഴുതിത്തള്ളുന്ന ഒരവസ്ഥ സംജാതമായിരിക്കുന്നു. എന്തു വന്നാലും വേണ്ടില്ല, സ്വന്തമായി എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനം നടപ്പാക്കിയേ അടങ്ങൂ എന്ന തീവ്ര ശ്രമത്തിലാണ് മോദിയും കൂട്ടരും. നോട്ട് പിൻവലിക്കുന്നതിന് പറയുന്നത് പോലെ കള്ളപ്പണം പിടിക്കാനൊന്നുമല്ലെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. അത് കൂടുതൽ വ്യക്തമാക്കുന്ന ഒരു സംഭവം ഇന്നലെ ഉണ്ടാവുകയുണ്ടായി. അത് ദൃശ്യമാധ്യമങ്ങൾ ഗൗരവതരമായ വാർത്തയായി തരികയും ചെയ്തു. ഇന്ന് അച്ചടി മാധ്യമവും തരുന്നത് കാണുക. മലയാള മനോരമ ആ വാർത്ത ഇങ്ങനെ തരുന്നു: എവിടെ പോയി 7016 കോടി? ആളുകളുടെ പണം അങ്ങോട്ട് വാങ്ങുന്നു, തിരിച്ചു നൽകാതിരിക്കുന്നു. അങ്ങനെ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ്, ആളുകളുടെ പണം, സാധാരണക്കാരുടെ പണം വാങ്ങി, പിടിച്ചുപറിച്ച് വാങ്ങി ഇടുന്ന സാഹചര്യത്തിൽ നരേന്ദ്രമോദിയും സർക്കാരും 7016 കോടിയുടെ കടം എഴുതി തള്ളിയിരിക്കുന്നു കോർപ്പറേറ്റ് ഭീമന്മാർക്ക് അനുകൂലമായി. JNK ഉണ്ണുണ്ണി ആ വാർത്ത തരുന്നു. കള്ളപ്പണത്തെ ചെറുക്കാനുള്ള നോട്ട് പരിഷ്കരണ നടപടികളിൽ രാജ്യം മുഴുവൻ ക്യൂ നിൽക്കുമ്പോൾ വിജയ് മല്യ ഉൾപ്പെടെയുള്ള വൻകിടക്കാർ തിരിച്ചടയ്ക്കാനുള്ള 7016 കോടി രൂപയുടെ വായ്പ കിട്ടാക്കടമായി പരിഗണിക്കാനുള്ള തീരുമാനം വിവാദമായി. ഇതേ സമയം കടം എഴുതിത്തള്ളിയെന്നല്ല ഇതിനർത്ഥമെന്നും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി രാജ്യസഭയിൽ വ്യക്തമാക്കി. കിട്ടാക്കടം നോൺ പെർഫോമൻസ് അസറ്റ്സ് ആയാണ് ഇത് കണക്കാക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. പച്ചക്കള്ളമാണ് മന്ത്രിമാർ രാജ്യസഭയിൽ പോലും തട്ടിവിടുന്നത്. കിട്ടാക്കടമായി പ്രഖ്യാപിക്കുന്നത് അടുത്ത തവണ എഴുതി തള്ളുന്നതിൻ്റെ മുന്നോടിയായി മാത്രമാണ്. ഇതപര്യന്തം അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. മല്യയുടെ കടം എഴുതി തള്ളുകയും സാധാരണക്കാരുടെ പണം പിടിച്ചു പറിച്ച് അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ആക്കി, അങ്ങനെ പണവിഭവം ധാരാളമായി ഉണ്ട് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കൗശലം നിറഞ്ഞ ഒരു സമീപനമുണ്ടായിരിക്കണം. നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് എന്ത് ചെയ്താലും ശരാശരി ഇന്ത്യക്കാർ അത് സംശയദൃഷ്ടിയോടെ കാണൂ. കാരണം ഇത്തരം കള്ളക്കളികൾ കളിക്കുന്നതിൽ വിരുത് കാണിച്ച വിരുദ്ധന്മാരാണ് അവർ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ അടിസ്ഥാന തലത്തിൽ വിശ്വാസത്തിലെടുക്കാത്ത പ്രധാനമന്ത്രിയും അദ്ദേഹത്തെ നയിക്കുന്ന പാർട്ടി നേതാവും തമ്മിലെടുക്കുന്ന തീരുമാനമുണ്ടല്ലോ, ആ തീരുമാനം തന്നെയാണ് ഇവിടെയും കാണുന്നത്. 7016 കോടിയുടെ കടം എഴുതി തള്ളുമ്പോൾ അത് എഴുതി തള്ളിയിട്ടൊന്നുമില്ല, തൽക്കാലം അത് ഫ്രീസ് ചെയ്ത് വെക്കുകയാണ്. ഇത് തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ എടുക്കാൻ തന്നെയാണ് തീരുമാനം എന്നൊക്കെ പറയുന്നത്. ഇതുവരെയുള്ള നമ്മുടെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ ഈ നിലയ്ക്ക് പണത്തെ കണ്ടെത്തുമ്പോൾ, ഈ നിലയ്ക്ക് പണത്തെ പരിഗണിക്കുമ്പോൾ, നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന നിലയ്ക്ക് പരിഗണിക്കുമ്പോൾ അത് എഴുതിത്തള്ളുന്നതിൻ്റെ ആദ്യ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് എന്തൊക്കെ സർക്കാർ പറഞ്ഞാലും എഴുതിത്തള്ളാനുള്ള തീരുമാനത്തിലാണ് സർക്കാർ ഉള്ളത്. കൃത്യമായും ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ നയസമീപനം എന്ത് എന്നവർ വ്യക്തമാക്കുന്നുണ്ട്. ധനികരുടെ അടുത്ത് ഒരു സമീപനവും, ദരിദ്രരുടെ അടുത്ത് അവർ ക്യൂവിൽ നിൽക്കാൻ ആവശ്യപ്പെടുമ്പോൾ ധനികർ ക്യൂവിൽ നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, പണം പറ്റിച്ച് കടന്നുപോയ, ബാങ്കിനെ പറ്റിച്ച് കടന്നുപോയ ആളുകൾ ബാങ്കിൽ പണം വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇനി സൗകര്യമായി ഇതൊക്കെ എഴുതി തള്ളാം എന്ന നിലയ്ക്ക് ഗൗരവതരമായ ഏതോ മുൻകൂർ ആസൂത്രിത പദ്ധതിയുടെ നടപ്പാക്കൽ തന്നെയാണ് എന്ന സംശയം ബലപ്പെടുന്നു. ഇന്നലെ നടത്തിയ ഒരു സമീപനത്തിൽ, അതും പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുന്ന ദിവസം തന്നെ, അത് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ധാർഷ്ട്യവും എത്രയാണ് എന്ന് സാധാരണക്കാർ മനസ്സിലാക്കുന്നു. ഇനി JPC അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷങ്ങൾ ഇന്നലെ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടത്. JPC അന്വേഷണം നടത്തുന്ന വിഷയമെന്ന് പറയുന്നത്
സർക്കാർ പണം റദ്ദ് ചെയ്യുന്ന കാര്യം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ആ വിഷയം വേണ്ടപ്പെട്ടവരെ അറിയിച്ചു കഴിഞ്ഞിരുന്നു എന്ന് പ്രതിപക്ഷത്തിന് ഉറപ്പായിരിക്കുന്നു. അങ്ങനെ ഉറപ്പായ സാഹചര്യത്തിൽ അതേ സംബന്ധിച്ച് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നു മലയാള മനോരമയും. ആ വാർത്ത തരുന്നത് കാണുക. വേണ്ടപ്പെട്ടവർ നേരത്തെ അറിഞ്ഞു, സഭാസമിതി അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം. വലിയ നോട്ടുകൾ പിൻവലിക്കാനുള്ള തീരുമാനം BJPക്കാർ മുൻകൂട്ടി അറിഞ്ഞെന്ന ആരോപണത്തെക്കുറിച്ച് സംയുക്ത പാർലമെൻ്ററി സമിതി അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ കക്ഷികൾ സഭയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ തീരുമാനം ചോർന്നു എന്ന ആരോപണം അസംബന്ധമാണെന്നും രാജ്യത്തെ സത്യസന്ധരുമല്ലാത്തവരും തമ്മിൽ കൃത്യമായി വേർതിരിപ്പിക്കപ്പെടുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ വിരളി പിടിക്കുകയാണ് എന്നും മന്ത്രി എം വെങ്കയ്യ നായിഡു തിരിച്ചടിക്കുകയും ചെയ്തു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോട്ട് റദ്ദാക്കാൻ പോകുന്നു എന്ന കാര്യം ഒക്ടോബർ 8-ാം തീയതി രാത്രി 8 മണിക്കാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത്. ഒക്ടോബർ 8-ാം തീയതി രാത്രി 8 മണിക്ക് അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു 500, 1000 എന്നീ നോട്ടുകൾ ഇന്ന് പാതിരാത്രി 12 മണിയോടെ കേവലം പേപ്പർ കഷ്ണങ്ങളായി മാറാൻ പോകുന്നു എന്നാണ്. അത് ആ പ്രഖ്യാപനം വന്ന അന്ന് തന്നെ, അന്നേ ദിവസം ഉച്ച കഴിഞ്ഞ് കൽക്കത്തയിലെ ഇന്ത്യൻ ബാങ്കിൽ BJP 1 കോടി രൂപ നിക്ഷേപിച്ചു. 2 ചെക്കുകളിലായി 1 കോടി രൂപ, 2 തവണയായി 1 കോടി രൂപ 60 ലക്ഷവും 40 ലക്ഷവും നിക്ഷേപിച്ചതിൻ്റെ വിശദാംശങ്ങളൊക്കെ പത്രങ്ങളും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളും പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ BJPക്ക് അതറിയാമായിരുന്നു എന്ന സന്ദേഹം ശക്തമാകുന്നു. അങ്ങനെ വേണ്ടപ്പെട്ടവരെ കാര്യങ്ങൾ ആദ്യമേ അറിയിച്ച് ഈ കാര്യത്തിൽ ചില കള്ളക്കളികൾ സർക്കാർ നടത്തിയിരിക്കുന്നു, അതന്വേഷിക്കണം എന്നാണ് ഇന്നലെ രാജ്യസഭയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. സംസ്ഥാനത്തെ വലിയ പ്രതിസന്ധിയാണ് നോട്ട് പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യം നമുക്കറിയാം. മത്സ്യബന്ധന മേഖലയടക്കം എല്ലാ മേഖലകളും, നിത്യനിദാന വാണിജ്യ വിഭവ സമൃദ്ധമായ എല്ലാ മണ്ഡലങ്ങളും ഈ നോട്ട് വിവാദവുമായി ബന്ധിപ്പിച്ച് വലിയ നിലവാരത്തിലുള്ള പ്രതിസന്ധിയിലോ തകർച്ചയിലോ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മുടെ നിത്യ അനുഭവം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ നിലയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഘടനയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ബാങ്കുകളുടെ യോഗം വിളിച്ചുകൂട്ടുകയും ചെയ്തിരിക്കുന്നു എന്ന വാർത്തയും ഇന്ന് മലയാള മനോരമ പ്രധാന വാർത്തയ്ക്ക് ഒപ്പം തരുന്നു. വളരെ ഗൗരവതരമാണ് പ്രതിസന്ധിയുടെ ആഴം കേരളത്തിനും. ATMകൾ അതിവേഗം കാലി, പ്രവർത്തിച്ചത് പകുതിയോളം മാത്രം. ആകെ കേരളത്തിലുള്ള ATMകളുടെ പ്രവർത്തനം പകുതി ATMകളെ പ്രവർത്തിക്കുന്നുള്ളൂ. മിക്കവാറും എല്ലാ ATMകളും കാലിയായിരിക്കുന്നു. മറ്റൊന്ന് പ്രവർത്തിക്കുന്നവ പോലും വളരെ ചുരുക്കം സമയമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നും മനോരമ പറയുന്നത് കാണുക. സംസ്ഥാനത്തെ ATMകൾക്ക് മുന്നിലെ വലിയ ക്യൂ നീളുകയാണ്. മുൻപ് ഒരു ATMൽ ശരാശരി 20 ലക്ഷം രൂപയ്ക്കുള്ള 1000ൻ്റെ നോട്ടുകളും 10 ലക്ഷം രൂപയ്ക്കുള്ള 500ൻ്റെ നോട്ടുകളും 2 ലക്ഷം രൂപയ്ക്കുള്ള 100 രൂപ നോട്ടുകളുമാണ് നിറച്ചിരുന്നത്. ഇപ്പോൾ 50ൻ്റെയും 100ൻ്റെയും നോട്ടുകളാണ് നിറയ്ക്കുന്നത്. 4 ലക്ഷം രൂപ വയ്ക്കുമ്പോഴേക്കും ATM നിറയും. ആദ്യം 32 ലക്ഷം രൂപ നിറയ്ക്കാൻ കഴിയുമായിരുന്ന ATMൽ ഇപ്പോൾ 1000 പോയി, 500 പോയി, 100ഉം 50ഉമൊക്കെ 100ഉം 50ഉമൊക്കെ വയ്ക്കുമ്പോൾ 4 ലക്ഷം മാത്രമേ വയ്ക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് വളരെ പെട്ടെന്ന് വയ്ക്കുന്ന പണം തീർന്നു പോകുന്നു. അതും പ്രതിസന്ധിക്ക് കാരണമാകുന്നു എന്ന വസ്തുതയും ഇന്ന് മനോരമ അതിൻ്റെ 1-ാം പുറത്ത് തരുന്നു. സഹകരണ ബാങ്കുകളെ ഒഴിവാക്കിയതിനെതിരെ വൻ പ്രതിഷേധമാണ് നടക്കുന്നത്. 3-4 ദിവസം റദ്ദാക്കപ്പെട്ട നോട്ടുകൾ എടുക്കാനുള്ള അവകാശം സഹകരണ ബാങ്കുകൾക്ക് നൽകിയിരുന്നു. ആ നൽകിയ അവകാശം തിരിച്ചെടുത്തു. അതിനെ മുൻനിർത്തി വലിയ പ്രതിഷേധം രൂപപ്പെടുന്നു. മാതൃഭൂമി ആ വാർത്തയാണ് നോട്ട് വിവാദവുമായി ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. സഹകരണത്തിന് സമ്മർദ്ദം എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത നമ്മെ തേടിയെത്തുന്നത്. MPമാർ പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും കാണും. PK മണികണ്ഠൻ ആ വാർത്ത തരുന്നു മാതൃഭൂമിയിൽ.
വലിയ നോട്ടുകൾ അസാധുവാക്കിയതിനെ തുടർന്ന് സഹകരണ മേഖലയിൽ കേന്ദ്രവും റിസർവ് ബാങ്കും അടിച്ചേൽപ്പിച്ച നിയന്ത്രണങ്ങൾക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി സമ്മർദ്ദം ചെലുത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിൽ വിളിച്ചു ചേർത്ത എം.പിമാരുടെ യോഗത്തിലാണ് ഈ ധാരണയായത്. എം.പിമാരുടെ സംഘം സഹകരണ വകുപ്പിൻ്റെ ചുമതലയുള്ള കേന്ദ്ര കൃഷിമന്ത്രി രാധാമോഹൻ സിംഗിനെ കണ്ട് പ്രശ്നത്തിൻ്റെ ഗൗരവം ധരിപ്പിച്ചു. കോൺഗ്രസ് നേതാവ് എ കെ ആൻ്റണി ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായി വിഷയം ചർച്ച ചെയ്തു. അതിനിടെ കേരളത്തിന് പിന്നാലെ മഹാരാഷ്ട്ര, പഞ്ചാബ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളും സഹകരണ സംഘങ്ങൾക്കായി രംഗത്തെത്തിയ അവിടുത്തെ മുഖ്യമന്ത്രിമാർ സഹകരണ സംഘത്തെ കൂടി ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കത്തയക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ സംബന്ധിച്ച് മാതൃഭൂമി അവരുടേതായൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നു. പ്രതിദിനം നിലയ്ക്കുന്നത് 25,000 കോടി രൂപയുടെ ക്രയവിക്രയം. ഈ അവസ്ഥ ഇനി ഒരാഴ്ച കൂടി മുന്നോട്ട് പോയാൽ, ഒരാഴ്ചയൊന്നുമല്ല അതിലപ്പുറം പോകും, 50 ദിവസമാണ്, സഹനത്തിൻ്റെ 50 ദിവസമാണ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോയാൽ ഇപ്പോൾ 25,000 കോടിയുടെ ക്രയവിക്രയം നിലയ്ക്കുന്ന അവസ്ഥ കൂടുതൽ പരിതാപകരമായി തീരുമെന്ന് പറഞ്ഞാൽ ജനജീവിതം കൂടുതൽ ദുസ്സഹമായി തീരുകയും ചെയ്യും. വാർത്ത കാണുക. സംസ്ഥാനത്തെ ജില്ലാ സഹകരണ ബാങ്കുകളും പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളും പൂർണ്ണമായി പ്രവർത്തനരഹിതമായതോടെ നിലയ്ക്കുന്നത് പ്രതിദിന 25,000 കോടി രൂപയുടെ ക്രയവിക്രയമാണ്. അതൊരു ചെറിയ തുകയല്ല. വളരെ പ്രാഥമികമായ ആവശ്യങ്ങൾ പോലും, കല്യാണ ചിലവുകൾ വരെയുള്ള ആവശ്യങ്ങൾ പോലും സാധാരണക്കാർക്ക് വളരെ പെട്ടെന്ന് തൊട്ടടുത്ത് എന്ന മാതിരി നിർവഹിക്കുന്ന ബാങ്കാണ് സഹകരണ ബാങ്ക്. അതിനെ ഈ നിലയ്ക്ക് നിസ്തേജമാക്കിയാൽ സംഭവിക്കുന്നത് വലിയ പ്രതിസന്ധിയായിരിക്കും എന്നാണ് ഈ വാർത്തകൾ കേന്ദ്രത്തോട് പറയുന്നത്. വലിയ കള്ളപ്പണ വേട്ടയ്ക്ക് ദില്ലിയിൽ BJP വാദിക്കുകയാണ്. വലിയ കുരിശ് യുദ്ധത്തിലാണ് പ്രധാനമന്ത്രി ഏർപ്പെട്ടിരിക്കുന്നത് എന്നും ഈ നിലയ്ക്കുള്ളൊരു പ്രധാനമന്ത്രിയെ ഇതുവരെ ഇന്ത്യ കണ്ടിട്ടില്ല എന്നും കാണാതിരിക്കട്ടെ ഇനിയെന്നും പ്രാർത്ഥിച്ചു പോകും. അങ്ങനെ കണ്ടിട്ടില്ല എന്നുമൊക്കെയാണ് BJP നേതാക്കൾ അവകാശപ്പെടുന്നത്. അങ്ങനെ കള്ളപ്പണ വേട്ടയുടെ ഏക കുരിശ് യുദ്ധക്കാരായി സ്വയം BJP നേതാക്കൾ ദില്ലിയിൽ അവകാശങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇങ്ങ് ബാംഗ്ലൂരിൽ കള്ളപ്പണം പൊടിപൊടിച്ച് BJP നേതാവിൻ്റെ വിവാഹ മഹാമഹം നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെയായിരുന്നു ആ വിവാഹം. അതേ സംബന്ധിച്ച് 2-3 ദിവസമായി വാർത്തകൾ വരുന്നു. 500 കോടി രൂപയുടെ ചിലവാണ് ആ വിവാഹത്തിന് വേണ്ടി ഉള്ളത്. 17 കോടി രൂപ ചിലവ് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. അതേമാതിരി തന്നെ അതിലെത്രയോ ഇരട്ടി കോടി രൂപയുടെ ആഭരണങ്ങൾ ധരിച്ചിരിക്കുന്നു. ഏതായാലും നേരെ ചൊവ്വയുള്ള പണം കൊണ്ടൊന്നും നടക്കില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ജനാർദ്ദന റെഡ്ഡിയുടെ വീട്ടിൽ നടന്ന ആ മഹാവിവാഹത്തിൻ്റെ വാർത്ത ഇന്ന് പത്രലോകം തരുന്നു. ദേശാഭിമാനി അതിൻ്റെ പൊതുവാർത്താ പേജിൽ അതിങ്ങനെയാണ് തരുന്നത്. 500 കോടിയുടെ കല്യാണം, BJP നിർദ്ദേശം കൂസാതെ യെദിയൂരപ്പയും ഗൗതയും. കർണാടകത്തിലെ ഖനി മാഫിയ തലവനും മുൻ മന്ത്രിയുമായ ഗാലി ജനാർദ്ദന റെഡ്ഡി 500 കോടി രൂപ മുടക്കി നടത്തുന്ന മകളുടെ കല്യാണത്തിന് ആശീർവാദവുമായി മുതിർന്ന BJP നേതാക്കൾ കള്ളപ്പണമാണ് വിവാഹത്തിന് വിനിയോഗിക്കുന്നത് എന്ന ആക്ഷേപം ഉയർന്നതിനെ തുടർന്ന് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന നിർദ്ദേശം മറികടന്നാണ് മുൻ മുഖ്യമന്ത്രി യെദിയൂരപ്പ, പ്രതിപക്ഷ നേതാവ് ജഗദീഷ് ഷെട്ടാർ തുടങ്ങിയവർ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയത് എന്നും ഈ വാർത്തയിൽ പറയുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് വലിയ വർത്തമാനം പറയുക, കള്ളപ്പണം പിടിക്കുന്ന ആളുകളാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെടുകയും, മറുവശത്ത് അതേ പാർട്ടിയുടെ ഇനി അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാകേണ്ട ആളാണ് യെദിയൂരപ്പ, ഒരിക്കൽ മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ യെദിയൂരപ്പ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന ധൂർത്ത് വിവാഹത്തിൻ്റെ കാര്യവും അതും BJPയുടെ ക്രെഡിറ്റിൽ തന്നെ വന്നിരിക്കുന്നു. ആ വാർത്തയാണ് ദേശാഭിമാനി ഇന്ന് നമുക്ക് തരുന്നത്. കള്ളപ്പണം കോർപ്പറേറ്റുകളിൽ നിന്ന് സ്വീകരിച്ച് വിവാദത്തിലായി തീർന്ന ആദ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായി തീരുമോ? അതേ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന ഇന്നലെയും ഇന്നുമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അങ്ങനെ ചിന്തിക്കാനാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത്.
എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി കള്ളപ്പണം സ്വീകരിച്ച, അതും കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളിൽ നിന്ന് 25 കോടി രൂപ കള്ളപ്പണം സ്വീകരിച്ചതിൻ്റെ വാർത്ത മെനഞ്ഞാന്നാണ് ദില്ലി മുഖ്യമന്ത്രി പുറത്തേക്ക് വിട്ടത്. വെറുതെ വിടുകയായിരുന്നില്ല, ആധികാരികമായ സാക്ഷ്യങ്ങളും അതിനൊപ്പം അദ്ദേഹം വിട്ടു. അതേ സംബന്ധിച്ച പുതിയ വാർത്ത ഇന്ന് മാധ്യമം 1-ാം പേജിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി 2013 തന്നെ പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് അതിനുള്ള സന്നാഹങ്ങൾ ഒരുക്കുന്ന സമയത്ത് കള്ളപ്പണം വാങ്ങി, കൈക്കൂലിയായി വാങ്ങി എന്ന് വാർത്ത. ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഇന്ന് മാധ്യമം തരുന്നു. ആ വിശദാംശങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. വാർത്തയുടെ വിശദാംശങ്ങൾ മാധ്യമം തരുന്നത് ഇങ്ങനെയാണ്. 1-ാം പുറത്ത് ഹസനുൽ ബന്നയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ദില്ലിയിൽ നിന്ന്. സഹാറ ഗ്രൂപ്പും ആദിത്യ ബിർള ഗ്രൂപ്പും 2013-14 സാമ്പത്തിക വർഷം ഗുജറാത്ത് CMന് വൻതുക നൽകിയെന്ന് കാണിക്കുന്ന രേഖകൾ സർക്കാരേതര സന്നദ്ധ സംഘടന സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ നിയമനത്തിനെതിരെ കഴിഞ്ഞ വർഷം സമർപ്പിച്ച ഹർജിയിന്മേൽ പുതിയ അപേക്ഷയോടൊപ്പമാണ് ചൊവ്വാഴ്ച രേഖ സമർപ്പിച്ചത്. പ്രമുഖ സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ മുഖേന സമർപ്പിച്ച രേഖകളിൽ 3 വർഷം മുമ്പ് സഹാറ ഗ്രൂപ്പ് വലിയ തുക നൽകിയ രാഷ്ട്രീയ നേതാക്കളുടെ പട്ടികയിൽ ഗുജറാത്ത് CMനെ കൂടാതെ ദില്ലി, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് CMമാരും ഉണ്ട് എന്ന വെളിവാക്കൽ വന്നിരിക്കുന്നു. അത് വന്ന സാഹചര്യം പരിശോധിക്കുന്നതും കൗതുകകരമായിരിക്കും എന്നും നമുക്കറിയാം. കേരളത്തിന് പുതിയൊരു വിമാനത്താവളം കൂടി വന്നേക്കും. ആറന്മുള വിമാനത്താവളം ഏകദേശം പണി ആരംഭിച്ച് മുന്നോട്ട് പോയതിന് ശേഷമാണ് അത് വേണ്ട എന്ന് സർവകക്ഷികൾ തീരുമാനിക്കുകയും അത് റദ്ദാക്കുകയും ഒക്കെ ചെയ്തത് എന്ന് നമുക്കറിയാം. ഇപ്പോഴിതാ മറ്റൊരു പുതിയ വിമാനത്താവളത്തെ സംബന്ധിച്ച വാർത്ത വരുന്നു. ആറന്മുള അടഞ്ഞ അധ്യായം. വിമാനത്താവളം എരുമേലിയിൽ വരുന്നു. കോട്ടയത്തിൻ്റെയും പത്തനംതിട്ടയിലെയും അതിർത്തിയിൽ കിടക്കുന്ന സ്ഥലമായ എരുമേലി ശബരിമലയുമായി അടുത്ത് ആത്മബന്ധം, സ്പിരിച്വലായ ബന്ധം പുലർത്തുന്ന എരുമേലി. ആ എരുമേലിയിലാണ് പുതിയ വിമാനത്താവളം വരുന്നത് എന്ന വാർത്ത മംഗളം ലീഡ് വാർത്തയായി നാമുമായി പങ്കുവയ്ക്കുന്നു. കാണുക. ആറന്മുള വിമാനത്താവള പദ്ധതി അടഞ്ഞ അധ്യായമാണെന്നും കോട്ടയം ജില്ലയിലെ എരുമേലിയിൽ വിമാനത്താവളം നിർമ്മിക്കുമെന്നും സംസ്ഥാന സർക്കാർ. എരുമേലിയിൽ സ്ഥലമേറ്റെടുത്താൽ അനുമതി നൽകാമെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ബിലീവേഴ്സ് ചർച്ചിൻ്റെ കൈവശമുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുത്ത് വിമാനത്താവളം നിർമ്മിക്കാനാണ് സർക്കാർ നീക്കം. ശബരിമല തീർത്ഥാടകരെ വൻതോതിൽ സഹായിക്കുന്ന ഒരു വാർത്ത സൗകര്യമായിരിക്കും ഈ വിമാനത്താവളം എന്നും വാർത്തയുണ്ട്. ജിനേഷ് പുനത്താണ് ദില്ലിയിൽ നിന്ന് ആ വാർത്ത മംഗളത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നത്. പുതിയ വിമാനത്താവളം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അരൂർ പാലത്തിൽ നിന്ന് വീണ 5 പേരെ, വെള്ളത്തിൽ വീണ 5 പേരെ കാണാതായി. 4 പേർ രക്ഷപ്പെട്ടു. ആകെ 9 പേരിൽ 8 പേരും പുറമേ നിന്ന് ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന തൊഴിലാളികളുമാണ്. ആ വാർത്ത ഇന്ന് എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. കേരള കൗമുദി അത് 1-ാമത്തെ വാർത്തയാക്കി തരുന്നു. അരൂർ പാലത്തിൽ നിന്ന് പിക്കപ്പ് വാൻ കായലിൽ വീണു. 5 പേരെ കാണാതായി, 4 പേരെ രക്ഷപ്പെടുത്തി. ലോറിയിലിടിച്ച് നിയന്ത്രണം വിട്ടാണ് വാൻ കായലിൽ വീണത്. കൊച്ചി ദേശീയപാത ബൈപ്പാസിലെ അരൂർ കുമ്പളം പാലത്തിൽ നിന്ന് പിക്കപ്പ് വാൻ വേമ്പനാട് കായലിൽ വീണ് മലയാളിയായ ഡ്രൈവറെയും 4 നേപ്പാൾ സ്വദേശികളെയും കാണാതായി. നേപ്പാൾ സ്വദേശികളായ 4 പേർ രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് ഭീകരാക്രമണത്തിൻ്റെ കണക്ക് പുസ്തകം സൂക്ഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഭീകരാക്രമണത്തിന് വിധേയരായ 4 രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. 2015 അതേ സംബന്ധിച്ച കണക്ക് എന്തായിരുന്നു? ദീപിക എന്ന പത്രം അന്തർദേശീയം പേജിൽ ആ വാർത്ത തരുന്നു. 2015 ലോകത്തെ ഭീകരാക്രമണങ്ങളിൽ വലിയൊരു പങ്ക് നടന്നത് ഇന്ത്യയിലാണ് എന്നാണ് ആ വാർത്ത നമ്മോട് പറയുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. 2015 ലോകത്തെ ഭീകരാക്രമണങ്ങളിൽ പകുതിയും ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ എന്നീ 4 രാജ്യങ്ങളിലാണ് ഉണ്ടായത് എന്ന് റിപ്പോർട്ട്. 2000 ശേഷം ഇന്ത്യയിൽ ഏറ്റവും അധികം ഭീകരാക്രമണം ഉണ്ടായത് കഴിഞ്ഞ വർഷമാണ് എന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് പീസ്
പ്രസിദ്ധീകരിച്ച ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് വ്യക്തമാക്കുന്നു. 2015 ഭീകരാക്രമണങ്ങളിൽ ലോകത്ത് 29,396 പേർ മരിച്ചു. ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം 797 ഭീകരാക്രമണങ്ങളിൽ 289 പേർക്ക് ജീവഹാനി നേരിട്ടു തുടങ്ങിയ വാർത്തകളാണ് ദീപികയുടെ അവസാന പുറം ഇന്ന് തരുന്നത്. മാർപ്പാപ്പ ഇന്ത്യയിലെത്തുന്നു. ഒരുപക്ഷെ അദ്ദേഹം കത്തോലിക്കർ കൂടുതലുള്ള കേരളത്തിലേക്കും എത്തിയേക്കും. വാർത്ത തരുന്നത് ദീപികയോ മനോരമയോ അല്ല, മറിച്ച് അത്ഭുതകരമെന്ന് പറയട്ടെ, ജന്മഭൂമിയുടെ സംഘപരിവാര പത്രത്തിൻ്റെ ഒന്നാം പുറമാണ്. കേരളത്തിലും വന്നേക്കും മാർപ്പാപ്പ ഇന്ത്യയിൽ 2017 എന്നാണ് ജന്മഭൂമിക്ക് വേണ്ടി രാമേന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും നരേന്ദ്രമോദിയുടെയും ചിത്രമടക്കമാണ് വാർത്ത ഇങ്ങനെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് കത്തോലിക്ക സഭയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ അടുത്ത വർഷം ഇന്ത്യയിലെത്തും. സ്വാഭാവികമായി കത്തോലിക്കർക്ക് മുൻതൂക്കമുള്ള കേരളത്തിലും അദ്ദേഹം എത്തിയേക്കും. ഇന്ത്യ സന്ദർശനം മാർപ്പാപ്പ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. മോദി ഇവിടെ പണം റദ്ദാക്കുന്ന തിരക്കിലും കള്ളപ്പണം പിടിക്കുന്ന തിരക്കിലുമൊക്കെയാണ്. സമാനമായ സാഹചര്യത്തിൽ 1991 സോവിയറ്റ് യൂണിയനിലെ പാവ്ലോ സാമ്പത്തിക പരിഷ്കരണം നടത്തി. പൊട്ടിപ്പൊളിഞ്ഞൊരു സാമ്പത്തിക പരിഷ്കരണമായിരുന്നു. ഏതായാലും 2 സാമ്പത്തിക പരിഷ്കരണത്തിലും പൊതുവായ ചില ഘടകങ്ങൾ കാണാം. അത് മുൻനിർത്തി പാവ്ലോവിൽ നിന്ന് മോദിയിലേക്കുള്ള ദൂരം ഡോക്ടർ അരുൺകുമാർ കെ എഴുതുന്ന ഒരു ലേഖനം ഇന്ന് മാതൃഭൂമിയുടെ എഡിറ്റ് പേജിലുണ്ട്. അതിങ്ങനെയാണ്: പട്നായിക് സൂചിപ്പിച്ച 1991 സോവിയറ്റ് യൂണിയനിലെ പാവ്ലോ സാമ്പത്തിക പരിഷ്കരണവുമായി ഏറെ സാമ്യമുള്ളതാണ് മോദിയുടെ ഡിമോണിറ്റൈസേഷൻ നടപടി. സാമ്യങ്ങളിവയാണ്: പ്രഖ്യാപിച്ച സമയം റഷ്യയിൽ 1991 ജനുവരി 22 രാത്രി മോസ്കോ സമയം 9 മണി. ഇന്ത്യയിൽ 2016 നവംബർ 8 രാത്രി 9 മണി. രണ്ടും ജനത അറിഞ്ഞത് ടെലിവിഷൻ സ്ക്രീനിൽ എന്ന ഒരു സാമ്യം. നോട്ട് കൈമാറ്റത്തിനുള്ള സമയം ജനുവരി 23 മുതൽ 25 വരെ 3 ദിവസങ്ങൾ. ഇവിടെ ആദ്യം പ്രഖ്യാപിച്ചത് 4 ദിനങ്ങൾ. നിരോധനത്തിൻ്റെ മുഖ്യ കാരണങ്ങൾ പുറമേ നിന്നും സോവിയറ്റ് വിരുദ്ധ ശക്തികളുടെ കമ്മട്ടത്തിലടിച്ച വ്യാജ റൂബിളുകളും കള്ളപ്പണവും പണപ്പെരുപ്പവും തടയാൻ. ഇവിടെ അത് ഇന്ത്യ വിരുദ്ധ ശക്തിയും കള്ളപ്പണവും എന്നായി മാറുന്നു. നിരോധിച്ച നോട്ടുകളുടെ മൂല്യം നിരോധിക്കപ്പെട്ട 50, 100 റൂബിളുകൾ മൊത്തം ചംക്രമണത്തിനുള്ള കറൻസികളുടെ 90%. അതാണ് അവിടെ നിരോധിച്ചത് എങ്കിൽ ഇവിടെ 500 രൂപയുടെയും 1000 രൂപയുടെയും 86% നോട്ടാണ് നിരോധിച്ചത്. അങ്ങനെ വലിയ സാമ്യങ്ങളുണ്ട്. ഇനി അവസ്ഥ കാണുക. പൊതുജനത്തിൻ്റെ ബുദ്ധിമുട്ട് കറൻസിക്ക് വേണ്ടി നീണ്ട ക്യൂവിൽ ചിലർ കുഴഞ്ഞു വീണു. മറ്റു ചിലർ റൂബിളുകൾ എറിഞ്ഞ് പ്രതിഷേധിച്ചു. ഇവിടെ അനന്തമായ ക്യൂവിലെ അക്ഷമ, കുഴഞ്ഞു വീഴൽ, അനുബന്ധ മരണങ്ങൾ രണ്ടും ഒരുപോലെ സംഭവിച്ചു. സാമ്പത്തികാഘാതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു: പണപ്പെരുപ്പം കൂടി, ഭക്ഷ്യവിലയിൽ വൻവർധന, ഉയർന്ന ഉപഭോക്തൃ ലക്ഷ്യം വെച്ചത് 86 ബില്യൺ, ബാങ്കിലെത്തിയത് കേവലം 14 ബില്യൺ. അതാണ് റഷ്യൻ അനുഭവമെങ്കിൽ ഇവിടെ അതെന്തായിരിക്കുമെന്ന് നമുക്ക് 50 ദിവസം കഴിഞ്ഞേ അറിയൂ. ചരിത്രത്തിൽ റഷ്യൻ പരീക്ഷണം രേഖപ്പെടുത്തപ്പെട്ടത് 10 സാമ്പത്തിക വിഡിതങ്ങളിൽ ഒന്നായിട്ടാണ് രേഖപ്പെടുത്തപ്പെട്ടത്. ഇവിടെ എങ്ങനെയാണ് രേഖപ്പെടുത്താൻ പോകുന്നത് എന്ന് വരുംകാലം പറയും. ഇനി ഇന്നത്തെ ചിത്രം. ഏതാഘോഷത്തിലും കച്ചവടമുണ്ട്, ആ കച്ചവടത്തിൽ ലാഭവുമുണ്ട്. അത് കച്ചവടക്കാർ മുതലെടുക്കുക. ചിത്രം കാണുക. ഇത് തിരുവനന്തപുരം ചാലയിലെ ഒരു കടയാണ്. ശബരിമല സീസൺ തുടങ്ങിയപ്പോൾ വ്രതമാലകളുടെ വമ്പിച്ച ശേഖരവുമായി കട ഒരുങ്ങി നിൽക്കുന്ന ചിത്രം സിറ്റി കൗമുദി ഇന്ന് നമുക്ക് തരുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.